ഒരു പീഠയിറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയാൽ ഒരു പീഠ ഇറുമ്പിനും വരുത്തരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഭാഷ എങ്ങനെയാണ് കവിതയെ സഹായിക്കുന്നത്, സ്വാധീനിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ജീവജാലങ്ങളിൽ വിശുദ്ധിയെ തിരിച്ചറിയാനുള്ള സ്കില്ല് ഉള്ള ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണ്. തൃശ്ശൂരിൽ ക്ലാസ് എടുക്കുന്ന സാറ് എന്തൊട്ട് ഷാജഹാൻ എന്നൊക്കെ പഠിപ്പിച്ചാൽ ശരിയാവും. അറിഞ്ഞുകൊണ്ടുള്ള ഭാഷയ്ക്ക് മലയാളിക്ക് വ്യത്യാസമുണ്ട്, മൂളലിനും വ്യത്യാസമുണ്ട്. എന്ന് മൂളുന്നതും എന്ന് മൂളുന്നതും തമ്മിലുള്ള വ്യത്യാസം. എത്ര പുരോഗമനം പറഞ്ഞാലും നിങ്ങളൊക്കെ രാമവർമ്മ തിരുമുൽപ്പാടല്ലേ എന്ന് ചോദിച്ചു. വയലാറിന് മറുപടി കൊടുത്തത് കവിതയിലാണ്. മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ. സാധാരണക്കാരുടെ കൂടെയുള്ളവനാണ് ഞാൻ അധ്വാനത്തിൻ്റെ കൂടെയാണ്, ഞാൻ ഭാരം ചുമക്കുന്നതിൻ്റെ കൂടെയാണ്. വാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മൊട്ടല്ല മുത്തല്ല ഞാൻ. ആരെങ്കിലും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, പുറത്താക്കുന്നുണ്ട് എങ്കിൽ അപ്പോഴും വിചാരിച്ചോണം നമ്മൾ സംതിങ് സ്പെഷ്യലാണ്, നമ്മൾ ഒറ്റയ്ക്ക് വഴി തേടേണ്ട സമയമായി. നിയമസഭയുടെ നിർമ്മാണ സമയത്ത് 2 ആഴ്ച ജോലി ചെയ്ത് ആ കൂലിയും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി. കുറേ കാലം കഴിഞ്ഞ് ആ ചെറുക്കൻ വലുതായി ഇലക്ഷന് നിന്ന് ജയിച്ച് MLA ആയി ഇവിടെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ. സുകുമാരൻ ടീച്ചർ കാണുന്ന കേരളം ഒരു മഴുതിന്ന മാമരക്കൊമ്പാണ്. കവികൾ ഈ ചിറകൊടിഞ്ഞ പക്ഷികളുമാണ്. ഒരു ചിറക് അടിയന്തരാവസ്ഥ കാലത്ത് ഒടിഞ്ഞു, ഇനി അടുത്തൊരു ചിറകൂടെ ഉള്ളൂ. ഏത് സമയത്തും അതിന് വെട്ടിക്കൊള്ളാം, അല്ലെങ്കിൽ തകർന്നു വീഴാം. എൻ്റെ ജീവിതത്തിലുടനീളം ഇങ്ങനെയാണ്. ആരും ഒരു കസേരയിലും കൊണ്ടിരുത്തിയിട്ടില്ല. ഞാനായിട്ട് എൻ്റെ കസേര വലിച്ചിട്ടിരുന്നാണ് ശീലം. അത് ഒരു രസകരമായ ശീലവും എല്ലാ പുതിയ തലമുറയിലെ എല്ലാ കുട്ടികളും ശീലിക്കേണ്ട ഒരു ശീലവുമാണ്. ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥനും എൻ്റെ സുഹൃത്തും കവിയുമായ അഖിലൻ ചെറുകോടിനോട് പറയായിരുന്നു, തമിഴ് പദ്യം ചൊല്ലലിൽ ഒരു മോള് ഫിയ കവിത ചൊല്ലിയപ്പോൾ ഞാൻ അഖിലിനോട് പറഞ്ഞു, എന്നെ ആ കുട്ടിയോടൊപ്പം നിർത്തി ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു. കാരണം 1ാം ക്ലാസ്സുകാരിയാണ് അവളുടെ പ്രായത്തിൽ എനിക്ക് സുബ്രഹ്മണ്യ ഭാരതിയെ അറിഞ്ഞേ കൂടായിരുന്നു. ആ കുട്ടി എന്ത് ഭാവാത്മകമായിട്ടാണ് അത് അവതരിപ്പിച്ചെന്ന് ഞാൻ ആലോചിച്ച് വിസ്മയിച്ചു. സത്യത്തിൽ അങ്ങനെയാണ്, ഇളം തലയ്ക്ക് കാതൽ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അവതരിപ്പിച്ച ഓരോ പരിപാടിയും ഞാൻ കാണുകയായിരുന്നു. ഡാൻസ്, ഞാൻ സാധാരണ ആളുകൾ പറയുന്ന കവികളൊക്കെ പഴഞ്ചന്മാരാണ്, ഇവരൊക്കെ ബ്രേക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിഞ്ഞുകൂടാന്നാണ്. സത്യം പറഞ്ഞാൽ ആ ഹിന്ദി പാട്ട് കേട്ട് അറിയാതെ എൻ്റെ കാലുകൾ അനങ്ങിപ്പോയി. അത്ര നല്ല രീതിയിൽ ഈ കുട്ടി നൃത്തം ചെയ്തു എന്നുള്ളതാണ്. മോണോ ആക്റ്റും അതുപോലെ തന്നെ. ഇതേ വിഷയത്തിൽ NGO യൂണിയൻ്റെ ഒരു വലിയ നാടക മത്സരത്തിൽ ഒരു നാടകം നടത്തിയിരുന്നു. ആ നാടകത്തിന് പാട്ടെഴുതാനുള്ള, സാറാ ജോസഫിൻ്റെ പാപത്തറ എന്ന് പറഞ്ഞ ആ നാടകത്തിന് പാട്ടെഴുതാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിറ്റുവേഷൻസിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം, നിയമസഭ എന്നൊരു സ്ഥാപനമുണ്ട് എന്ന് 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഒന്നും അറിഞ്ഞേ കൂടായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കൂ. അവർ നിയമസഭ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി മാറുകയും ചരിത്രമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളോടൊപ്പം ഉള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞ തീരെ കൊച്ചുകുട്ടികളായിരിക്കും എന്നാണ്. തീരെ കൊച്ചുകുട്ടികളൊന്നുമല്ല, മുതിർന്ന കുട്ടികളുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പുറകിലിരിപ്പുണ്ട്, 2-3 പേര്. പിന്നെ എന്നോട് രാവിലെ മുതൽ സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയും, കാരണം നമ്മളെ പിള്ളേർ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പേടിയോടുകൂടിയാണല്ലോ ചെയ്യുന്നത്. എന്നെക്കാൾ മുതിർന്ന ആളുകൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെക്കാൾ മുതിർന്ന ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ച സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നവരുണ്ട്. ഒരേ സമയം വിദ്യാഭ്യാസത്തോടൊപ്പം പല പ്രൊഫഷനുകളിലും ശോഭിച്ച ആളുകളുണ്ട്. അവരോടൊക്കെ ഒപ്പമാണ് ഈ ഇരിക്കുന്നത്. മധുരം മധുരം മലയാളം എന്നാണ് നമ്മുടെ സെഷൻ്റെ പേര്.
മലയാളത്തിൻ്റെ മധുരിമ എന്താണെന്ന് നിങ്ങൾ ഈ അവതരണത്തിലൂടെ തന്നെ, അവതാരകരുടെ ഭാഷയിലൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അല്ലേ? സംഗീതാത്മകമായ ഭാഷയിലാണ് അവർ അവതരിപ്പിക്കുന്നത് ഓരോരുത്തരെയും, അങ്ങനല്ലേ? പക്ഷെ എനിക്കിത് കേൾക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അവരുടെ അവതരണത്തിൽ സാധാരണ പല ചാനലുകളിലും നമ്മൾ ചില അവതാരകരെ കാണുന്നത് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നും അവരവരുടെ തനത് ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കവി എന്നുള്ള നിലയിൽ ഭാഷ ഒരു കവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്, ഉപകരണമാണ്. ഒരു ഭാഷയിലൂടെയാണ്, ഒരു വാക്കിലൂടെയാണ് കവി തൻ്റെ ധ്വനി നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ആവിഷ്കാരം നടത്തുന്നത്. ഒരു മൂളലിലൂടെയും ഭാഷയ്ക്ക് അർത്ഥവ്യത്യാസം സംഭവിക്കും. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ വീട്ടിൽ നമ്മളെ അമ്മമാരൊക്കെ സംസാരിക്കുമ്പോഴും ചില മൂളലിലൂടെ നമുക്കൊരു വലിയ സന്ദേശം അവർ തരാറുണ്ട്, ചില ഒറ്റ വാക്കിലൂടെ ഒരു വലിയ സന്ദേശം തരാറുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ആ കൊച്ചിനെ നോക്കിയിട്ട് ആ എന്ന് മൂളിയാൽ കൊച്ചിനറിയാം വാക്കില്ലാതെ അടി കിട്ടും എന്നറിയാം. അതിന് ഈ പഞ്ചായത്തിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സിലൊന്നും പോകണ്ട. നമുക്കിവിടെ ചവർ നേരെ കൊണ്ടിടാൻ വേണ്ടി 3 ബോധവൽക്കരണ ക്ലാസ് കിട്ടണം, എന്നാലും നമ്മൾ കണ്ടവൻ്റെ വീട്ടിൻ്റെ പറമ്പിലേക്ക് കൊണ്ടിടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമുണ്ട്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം അറിയാം, അവർ സൂക്ഷിച്ച് അതിലിടപെടുള്ളൂ. ഇനി ഒരു സാധനത്തിൽ ഒരു തവണ, ഇപ്പോൾ തീയിൽ അവർ അറിഞ്ഞൂടായിരുന്നു, ഒരു തവണ തൊട്ട് പൊള്ളി, പിന്നെ ജന്മത്തെ അവരൊരിക്കൽ കൂടി തൊടില്ല. നമ്മളാണെങ്കിൽ ഒരിക്കൽ ലോൺ എടുത്ത് കടക്കാരനായ വീണ്ടും ചെന്ന് ലോൺ എടുക്കും. പക്ഷെ പിള്ളേരത് ചെയ്യില്ല. ശ്രീനാരായണ ഗുരു അനുകമ്പ ദശകത്തില് ഒരു പീഠയിറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയാൽ സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഭാഷ എങ്ങനെയാണ് കവിതയെ സഹായിക്കുന്നത്, സ്വാധീനിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായിരിക്കും ഒരു പീഡ ഇറമ്പിനും വരുത്തരുതെന്ന് പറയാൻ കാരണം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും? ഉറുമ്പിനെക്കാളും ചെറിയ ജീവി ലോകത്തുണ്ടെന്ന് അറിയാത്ത ആളൊന്നുമല്ല ശ്രീനാരായണ ഗുരു. എന്തായിരിക്കും ഉറുമ്പെന്ന് ഉപയോഗിക്കാൻ കാരണം? വേറൊന്നും വേണ്ട, മറയൂരിന്ന് നല്ല 1-ാം തരം ശർക്കര വാങ്ങിച്ചുകൊണ്ട് വരണം, വന്നിട്ട് കെട്ടിത്തൂക്കിയിടണം. നിങ്ങൾ പിറ്റേ ദിവസം ഒന്ന് നോക്കുമ്പോൾ ആ ശർക്കരയിൽ മുഴുവൻ ഇറമ്പായിരിക്കും. എന്നാൽ നമ്മുടെ ഈ ഉത്സവങ്ങളിലൊക്കെ കോഴിക്കോടൻ അലുവ എന്ന കള്ളപ്പേരിൽ കിട്ടുന്ന ഒരു അലുവയുണ്ട്. ഇതിനെ വാങ്ങിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് വെച്ച് നിങ്ങൾ 1 മാസം ഉറുമ്പിൻ്റെ തൊട്ടടുത്തുകൊണ്ട് വെച്ച് കൊടുക്കണം. ഉറുമ്പിൻ്റെ ഹൈവേ പാസ് ചെയ്യുമല്ലോ, അതിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ച് കൊടുക്കണം. 1.5 മാസം കഴിഞ്ഞ് അലുവ ഇരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പ് തൊടുവില്ല. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ജീവജാലങ്ങളിൽ വിശുദ്ധിയെ തിരിച്ചറിയാനുള്ള സ്കില്ല് ഉള്ള ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഒരു കവി കവിത എഴുതുന്നുള്ളതാണ്. വിശുദ്ധിയെ തിരിച്ചറിയാൻ പറ്റുന്ന ഏതൊരു ചെറിയ ജീവിക്ക് പോലും ആപത്തുണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിനോടെല്ലാം സ്നേഹം ഉണ്ടാവണമെന്നുള്ള ദർശനമാണ്. അങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. കവിതയിൽ അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. കവി മറുപടി കൊടുക്കുന്നത് മുഴുവൻ കവിതയിലായിരിക്കും. ഇപ്പോൾ വയലാർ രാമവർമ്മ എന്നൊരു കവി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? വയലാർ രാമവർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കവിതയുടെ പേര് പറ. എൻ്റെ ശില്പം. വയലാറിൻ്റെ കവിതയാ. എങ്ങനെയാണ് ഒരു കവിത രൂപപ്പെട്ടു വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നതാണ്. മിടുക്കി കേട്ടോ, കൊള്ളാം. ഹായ്, തിരുവനന്തപുരത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്കൊക്കെ കൊച്ചിലൊന്നും കിട്ടിയിട്ടില്ല. പോട്ടെ. അപ്പോൾ എൻ്റെ ശില്പം കൊള്ളാം. വേറൊരു കവിതയുടെ പേര് പറ. രാവണപുത്രി. വേറൊരു പേര് പറ. ഇങ്ങനെ ഒരുപാട് കവിതകളുണ്ട്. അപ്പോൾ വയലാർ രാമവർമ്മ ആയതുകൊണ്ട് ചില ആളുകൾ ചോദിച്ചു, ഓ എത്ര പുരോഗമനം പറഞ്ഞാലും നിങ്ങളൊക്കെ രാമവർമ്മ തിരുമുൽപ്പാടല്ലേ എന്ന് ചോദിച്ചു. വയലാർ അതിന് മറുപടി കൊടുത്തത് കവിതയിലാണ്. അധ്വാനത്തിൻ വിയർപ്പാണ് ഞാൻ എന്നാണ് ആ കവിതയുടെ പേര്.
മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ വാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മൊട്ടല്ല മുത്തല്ല ഞാൻ കാടിനുള്ളിലരിച്ചു വീണ വെയിലല്ല അന്തർമുഖധ്യാനമാം കൂടിനുള്ളിലെ നിദ്രയല്ല പുലർകാലത്തിൻ ചുവപ്പാണു ഞാൻ മുറ്റത്തെ തുളസിത്തറയ്ക്കലെരിയും തൃക്കൽ വിളക്കല്ല വെൺപൊക്കൊറ്റ പൂങ്കുട ചൂടി വാണ നൃപവംശത്തിൻ വിഴുപ്പല്ല ഞാൻ ഒറ്റയ്ക്കല്ല മനുഷ്യമാനസ ദിവാസ്വപ്നങ്ങൾ തൻ പൊൻകതിർ കറ്റക്കെട്ടു ചുമന്നു വന്ന യുഗസത്യത്തിൻ വിയർപ്പാണു ഞാൻ. ഇതാണ് മറുപടി. ഞാൻ ആരാണെന്നുള്ളതാണ്. സാധാരണക്കാരുടെ കൂടെയുള്ളവനാണ് ഞാൻ അധ്വാനത്തിൻ്റെ കൂടെയാണ്, ഞാൻ ഭാരം ചുമക്കുന്നതിൻ്റെ കൂടെയാണ്, കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെയാണ്. അതിൽ തന്നെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്, ജ്ഞാനം വിശ്വവികാസ സംസ്കൃതിയും അന്നെത്തിച്ച വിജ്ഞാനം എൻ പ്രാണസ്പന്ദന താളമാക്കി ഉണരും ചൈതന്യമായി വന്നു ഞാൻ അധ്വാനം എനിക്കു വേണ്ടി ഉണരും നൂറ്റാണ്ടിലെ സംക്രമസ്ഥാനത്തെന്തിതൊരന്ധകാര ശിഖരം നീ നട്ടു വേദാന്തമേ. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന മാമൂലികളിൽ അധിഷ്ഠിതമായ ജീവിതമല്ല എൻ്റേത് എന്നും ഏറ്റവും പുതിയ കാലത്തെ ജീവിതമാണ് എന്നും പറയുന്ന കവിയാണ്. ഏറ്റവും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ എം കൃഷ്ണൻ നായർ സാറ് ചങ്ങമ്പുഴയെയും ONV സാറിനെയും വയലാറിനെയും ഭാസ്കര മാഷിനെയും ഒക്കെ ചങ്ങമ്പുഴയുടെ മാറ്റൊലി കവികൾ എന്ന് വിളിച്ച് കളിയാക്കിയ സമയത്ത് ONV സാറും മിണ്ടാതിരുന്നു, ഭാസ്കര മാഷും മിണ്ടാതിരുന്നു. പക്ഷെ വയലാർ മറുപടി കൊടുത്തു. ഞാൻ എൻ്റെ വൽമീകത്തിൽ മാറ്റൊലി കവികൾ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, എന്നിലെ കേൾക്കും ശബ്ദം ഈ പ്രപഞ്ചത്തിൻ പ്രതിസ്പന്ദനമാണ്. അങ്ങനെ മാറ്റൊലി കവിയായി ഞാൻ കാട്ടിലെ കതിർകാണാ കിളി പാടിയാൽ മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ വന്നലച്ചിടും പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളും എൻ്റെ ഉള്ളിൽ ആ ഗാനവും കവിതയും എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ് പരസ്യമായി. അങ്ങനെ ഒരു മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രത്യേകത കവികൾക്ക് പൊതുവിൽ അവര് ചില കാര്യങ്ങൾക്ക് അവർ മറുപടി കൊടുക്കാതെയും ഇരിക്കും. ചില കാര്യങ്ങൾ വരുമ്പോൾ യുക്തമായതിന് മാത്രമേ അവർ മറുപടി പറയാറുള്ളൂ. അതാണ് കവികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ അവർ വളരെ പ്രോജ്വലരായിട്ട് തിരിച്ചു പറയുന്നത്, കത്തി ജ്വലിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചർ ഈ മരത്തിന് സ്തുതി എന്ന കവിത എഴുതിയ ആളാണ്. എന്നാൽ അതേ സുഗതകുമാരി ടീച്ചർ ഈ സൈലന്റ് വാലിയിലേക്ക് വീണ്ടും എന്ന കവിത എഴുതിയിട്ടുണ്ട്. പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ടീച്ചർ പറയുകയും ചെയ്യും, തോൽക്കുന്ന യുദ്ധത്തിലും പടയാളികൾ വേണമല്ലോ എന്ന് ടീച്ചർ പറയും. തോൽക്കുന്ന യുദ്ധത്തിലും പടയാളികൾ വേണമല്ലോ എന്ന് പറയും. പക്ഷേ ടീച്ചർ പടവെട്ടിയ യുദ്ധങ്ങൾ മുഴുവൻ ജയിച്ച ആളാണ്. അത് ഇന്ത്യയുടെ വേറൊരു കൾച്ചറാണ്. ഞാൻ സ്വയം ചെറുതാണ് എന്ന് ലോകരെ ബോധ്യപ്പെടുത്തുകയും എന്നാൽ ഞാൻ ഉള്ളിൽ വലുതായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. എഴുത്തച്ഛൻ്റെ വരി നിങ്ങൾക്കറിയാമല്ലോ. കരുണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരുണാരുണാംബുജ പാദ പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം എല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നു. ഞാനിതിനെപ്പറ്റി പറയാറുള്ളത്, MA ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ 6-ാം തമ്പുരാൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്നാണ് കുട്ടികളോട് ചോദിക്കാറുള്ളത്. കുട്ടികൾ പറയും, കണ്ടിട്ടുണ്ട് സാർ. അതിൽ മോഹൻലാൽ വീട് വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ അതിപ്രശസ്തനായ നിരൂപകനും അതിഗംഭീരനായ സിനിമാ നടനുമായ നരേന്ദ്രപ്രസാദ് സാറ് മോഹൻലാലിനോട് ചോദിക്കുമല്ലോ,
താരത പൊളിക്കാൻ തന്നെയാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കും. പൊളിക്കാൻ വേണ്ടി കൊടുക്കും. കൊടുത്തിട്ട് അദ്ദേഹം അതിനെ പൊളിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ആദ്യം കുളപ്പുള്ളിയപ്പൻ ഇരിക്കുന്നിടത്ത് താഴെ വന്നിരുന്ന് സംസാരിച്ച് ഏർപ്പാടാക്കി ആ വീട് വാങ്ങുകയും വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു? അത് പൊളിച്ചു കളയുകയല്ല, ഒരു കസേര വലിച്ചിട്ടിരിക്കുകയും ആ നാടിൻ്റെ തമ്പുരാനായി മാറുകയും ഈ കുളപ്പുള്ളിയപ്പനെ അപ്രസക്തനാക്കുകയും ചെയ്തു. എഴുത്തച്ഛനും മലയാള സാഹിത്യത്തിൽ ഇതാണ് ചെയ്തത്. അല്ലയോ ബ്രാഹ്മണന്മാരെ, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാലേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ. അതുകൊണ്ട് എന്നെ ദയവായി ഇതിനകത്തോട്ട് കയറാൻ എന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയും മലയാള ഭാഷയ്ക്ക് ശരിയായ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയും മലയാള ഭാഷയുടെ വലിയ സിംഹാസനത്തിൽ ഇരിക്കുകയും എഴുത്ത് നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും എഴുത്തച്ഛനായി ഉയരുകയും ചെയ്ത ഒരു സംസ്കാരമാണ് ഭാഷയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്നുള്ളത്, നമ്മുടെ ഭാഷാ സ്വാതന്ത്ര്യം എന്നുള്ളത് പൂജ ചെയ്ത് കിട്ടിയതല്ല, പടവെട്ടി കിട്ടിയതാണ്. ആ ബോധമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൂജ ചെയ്ത് കിട്ടിയതല്ല. വയലാറിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു വരിയുണ്ട്, ആണ് പരശുരാമൻ മഴുവിറഞ്ഞ് നേടിയതല്ല, തിരകൾ വന്ന് തിരുമുൽ കാഴ്ച നൽകിയതല്ല കേരളം, പാവപ്പെട്ട തൊഴിലാളി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ കാണുന്നതില്ല എന്ന ബോധം. മഹാകവി ഉള്ളൂർ മരിച്ചിട്ട് 75 വർഷം തികയുന്ന സമയമാണിപ്പോൾ. ഉള്ളൂരിൻ്റെ നമ്മൾ ആളുകൾക്കൊരു കുഴപ്പമുള്ളത്, അവർക്ക് വായിച്ചാൽ മനസ്സിലാവാത്തവരെല്ലാം മോശം കവികളാണ്. അവർക്ക് വായിച്ചാൽ മനസ്സിലാവാത്തതെല്ലാം മോശം കവികൾ. എന്നാൽ ഈ ഉള്ളൂരാണ് അതിമനോഹരമായിട്ട് ചെറിയ 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 കവിതകളിലൂടെ നമ്മളെ വിസ്മയിച്ചിട്ടുള്ളത്. പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം എന്നെഴുതിയ ഉള്ളൂരാണ് കണ്ടാൽ ശരിക്കു കടലിൻ മകൾ, നാവിളക്കിക്കൊണ്ടാൽ സരസ്വതി, കൃപാണിയെടുത്തു വന്നാൽ വണ്ടാറണിക്കുഴലി ദുർഗ. ആണ് സ്വരത്തിന്റെ വ്യത്യാസം നോക്കണം. സ്വരം അങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ അതുകൊണ്ടാണല്ലോ ദൂരെ ഇരിക്കുന്ന മകൾ അമ്മയെ ഫോൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ കുന്നത്തുകാല് അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുള്ളൊരു അമ്മ ബാംഗ്ലൂർ പഠിക്കുന്ന മോളെ വിളിക്കുക. അപ്പോൾ മോളെ ശബ്ദം കേട്ടിട്ട് തള്ള ചോദിക്കുകയാണ്, മക്കളെ എൻ്റെ സൗണ്ട് എന്തിനാ വല്ലാതിരിക്കണേ എന്ന് ചോദിക്കും. ആ സൗണ്ട് എന്തിനാ വല്ലാതിരിക്കണേ എന്നുള്ളതിൽ നിന്ന് അവളുടെ മാനസിക ഭാവം മനസ്സിലാവും. അതാണ് ശബ്ദത്തിൻ്റെ, ഭാഷയുടെ പ്രത്യേകത. ഭാഷയാണ് ഒരു മനുഷ്യൻ്റെ ശരിയായ ഐഡൻറ്റിറ്റി കാർഡ്. ഞാൻ ഈ കേരളത്തിന് പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, സാർ ഇപ്പോഴും നമ്മളെ നാട്ടിലെ ഭാഷയൊക്കെ തന്നെ പറയണല്ലേ എന്ന്. ബോംബെയിലൊരു പരിപാടിക്ക് പോയപ്പോൾ കൊടവിളാകം എന്ന് പറഞ്ഞ പാറശാലയ്ക്കടുത്തുള്ള സ്ഥലത്തുള്ള ഒരാൾ ചോദിച്ചാണ്, സാർ ഇപ്പോഴും നമ്മളെ ഭാഷ തന്നെ പറയണേന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ബോംബെയിൽ വരുമ്പോൾ എൻ്റെ അമ്മയുടെ പേര് നിർമ്മലാദേവി എന്ന് മാറ്റി ജയാ ബച്ചൻ ഇടാൻ പറ്റില്ലല്ലോ. ആ ഒരു ബോധം വേണം. അമ്മയോടുള്ള സ്നേഹം സ്ഥിരമായി നിൽക്കുന്നത് പോലെ ഭാഷയോടുള്ള സ്നേഹം സ്ഥിരമായി നിൽക്കണം. ഒരു ഭാഷയുടെ ശരിയായ സ്നേഹം, ശരിയായ ബോധം എന്ന് പറയുന്നത് ശരിയായ സ്വാതന്ത്ര്യബോധമാണ്. ശരിയായ ഭാഷാ സ്വാതന്ത്ര്യമുള്ളവനെ ശരിയായ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ്, നിയമസഭയിൽ ജോലിയുള്ള ഒരാളിന് ഇവിടെ കയറി വരാൻ ഒരു മടിയുമില്ല, കാരണം ഒരുത്തനും തടയൂല. ഐഡൻറ്റിറ്റി കാർഡ് ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഭാഷ അതാണ്, അതിൻ്റെ സൗന്ദര്യവും അങ്ങനെ തന്നെയാണ്. ഉള്ളൂരിൻ്റെ കർണഭൂഷണത്തിൽ ഉള്ളൂർ പറയുന്നുണ്ട് മാറ്റി നിർത്തപ്പെട്ടവൻ്റെ വേദനയെക്കുറിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നോവലിസ്റ്റ്, ഒരു കവി, ഒരു കഥാകൃത്ത് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ അവരുടെയും കൂടെ ഒരു ആത്മാംശത്തെ കാണാതിരിക്കില്ല. MT എന്തുകൊണ്ടാണ് 1-ാം ഊഴം എഴുതാത്തത്? MTയുടെ കുടുംബത്തിൽ MTയുടെ ചേട്ടന്മാർ മുഴുവൻ എഴുത്തുകാരായിരുന്നു. പക്ഷേ അത്തരം ഒരു പരിഗണന ഈ ഇളയ കുട്ടിക്ക് കിട്ടിയിരുന്നില്ല. ഇളയ കുട്ടിയെ വഴക്ക് പറയും ചേട്ടന്മാർ. പക്ഷേ അമ്മ വലിയ കാര്യമാണ്. പക്ഷെ പരിഗണിക്കപ്പെടേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ ഈ കുട്ടി വല്ലാതെ ഒറ്റപ്പെട്ടു. അമ്മയും ഈ കുഞ്ഞും മാത്രമായി. പലരും പഠിക്കാനുമൊക്കെ വിദേശത്ത് ദൂരെ നാടുകളിലൊക്കെ പലയിടത്തായി പോയി. ഈ കുട്ടി ഒറ്റയ്ക്കായി പോയി. അങ്ങനെ വായിക്കുന്ന സന്ദർഭത്തിലാണ് 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ട പല സന്ദർഭത്തിലും 2-ാം സ്ഥാനത്തായി പോയവനെ കുറിച്ച് ആലോചിച്ചത്. അത് മനഃശാസ്ത്രപരമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്.
അതുകൊണ്ടാണ് സുഗതകുമാരി എന്തുകൊണ്ട് ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നത്, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, ചിറകഴുന്നുള്ളൊരു കാട്ടുപക്ഷി എഴുതിയാലും വൃത്തം തെറ്റൂല. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറക് ചിറതിളക്കി. ഒരു ചിറക് ഒടിഞ്ഞു, ഒരെണ്ണമേ ഇനി ഓടിയാനുള്ളൂ. അത് മഴു പകുതി തിന്നിട്ട് പോയ മരത്തിൽ ഇരുന്നുകൊണ്ട് ചിറകടിക്കുക. നാളെ ഇതിനെ തിന്നുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ. ഈ സുഗതകുമാരി ടീച്ചറെ കാണുന്ന കേരളം ഒരു മഴു തിന്ന മാമരക്കൊമ്പാണ്. അങ്ങനെയാണ് അവരതിനെ കാണുന്നത്. കവികൾ ഈ ചിറകൊടിഞ്ഞ പക്ഷികളുമാണ്. ഒരു ചിറക് അടിയന്തരാവസ്ഥ കാലത്ത് ഒടിഞ്ഞു, ഇനി അടുത്തൊരു ചിറകൂടെ ഉള്ളൂ. ആ അല്പ സ്വാതന്ത്ര്യത്തിലിരുന്നുകൊണ്ട് വീശുകയാണ്. ഏത് സമയത്തും അതിന് വെട്ടിക്കൊള്ളാം, അല്ലെങ്കിൽ തകർന്നു വീഴാം. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതാണ് ഒരു കവി ഒരു ബിംബം ഉപയോഗിക്കുമ്പോൾ. ഉള്ളൂര് കർണനെ തിരഞ്ഞെടുക്കാൻ കാരണം, ഉള്ളൂര് സ്വസമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കവിയാണ്. പട്ടന്മാരെല്ലാം കൂടെ വലിച്ചു പൂച്ച് പുറത്താക്കി കളഞ്ഞു. ആ കവിക്ക് മാത്രമേ പാണ്ഡവരിലേക്കാൾ മൂത്തവനായ കർണനെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം പുറത്താക്കപ്പെട്ടു. ആദ്യം അമ്മ പുറത്താക്കി, പിന്നെ അച്ഛൻ പണ്ടേ മൈൻഡ് ചെയ്യൂല, പിന്നെ കുടുംബക്കാരും മൈൻഡ് ചെയ്യൂല. അവസാനം സൂര്യൻ വന്നു. എന്തിനു വന്നു? നീ ദേവേന്ദ്രന്റെ ചതി മനസ്സിലാക്കണം, കവചകുണ്ടലം കൊടുക്കരുത്, നീ എന്ത് ചെയ്യണം? ദുര്യോധന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായിട്ട് ശ്രീകൃഷ്ണന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരണം, അദ്ദേഹമാണ് നമ്മുടെ അഡ്മിൻ എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ കർണന്റെ മറുപടി ഉണ്ട്, അച്ഛാ ഇപ്പൊ എനിക്ക് അച്ഛൻ്റെ സഹായം വേണ്ട, ഞാൻ ആയ കാലത്ത് നോട്ട് റീച്ചബിളായിട്ട് കിടന്ന കാലത്ത് എനിക്കൊരു സിം എടുത്തതെന്ന് ദുര്യോധനാണ്. കാര്യം മനസ്സിലായി? ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം പുതിയ പിള്ളേർക്ക്, എന്നിട്ടേ കാര്യം പറയാവൂ. അത് മക്കളെ വേറൊന്നുമല്ല, ദുര്യോധനന്റെ കൊട്ടാരം, അതായത് ഹസ്തിനപുരം. ഈ ഹസ്തിനപുരത്ത് ആയോധനാഭ്യാസം നടക്കുക. പാണ്ഡവന്മാരും കൗരവന്മാരും എല്ലാവരും കൂടെ അവരവർ പഠിച്ച സാധനങ്ങൾ മോഡൽ പരീക്ഷ നടക്കുക. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ കുറേ വിദ്യകൾ കാണിക്കുന്നു. അമ്പെയ്യുന്നു, അമ്പിൽ നിന്ന് പൂക്കുടകൾ പറത്തിക്കുന്നു, പിന്നെ വെള്ളം കുടയിൽ നിന്നൊക്കെ പോപ്പിക്കുടയിൽ നിന്ന് വെള്ളം ചീറ്റുമ്പോൾ വാരുണാസ്ത്രം ചെയ്ത് വെള്ളം ഇങ്ങനെ തീറ്റിക്കുന്നു. ഇങ്ങനെ പലതും കാണിക്കുന്നു. അങ്ങനെ ആളുകൾ കൈയടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ കൈയടികളും നിശബ്ദമായപ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്ന് വേറൊരു കൈയടി കേൾക്കുന്നു. കൊള്ളാം, ഭേഷ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കർണനാണ്. കർണൻ പറഞ്ഞു, അർജുനൻ ഇവിടെ ആയാസപൂർവ്വം കാണിച്ച വിദ്യകൾ പലതും ഞാൻ അനായാസനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഭീമൻ ചോദിക്കുന്ന ചോദ്യം, ഇറങ്ങിപ്പോടാ, യാഗശാലയിൽ എന്താ പട്ടിക്ക് കാര്യം എന്ന് ചോദിച്ചു. യാഗശാലയിൽ പട്ടിക്ക് എന്താ കാര്യം, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭംഗത്തിൽ നിൽക്കവേ കേട്ടേൻ എൻ തോഴർത്തൻ വൻഗദാസ്ഥാലനം. അല്ല, വാക്യം വൻഗദാസ്ഥാലനം എന്ന വാക്ക് ഉപയോഗിക്കുക. സ്ഥാലനം എന്ന് വെച്ചാൽ അടിച്ചു പൊട്ടിക്കാനാണ്. ഗദ കൊണ്ട് പാറക്കല്ലിൽ അടിച്ച് പൊട്ടിച്ചാൽ എന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ആരുടെ? ദുര്യോധനന്റെ. ദുര്യോധനൻ ചോദിച്ചു, എന്താ ആടെ അവനെ ഇറക്കി വിട്ടെന്ന് ചോദിച്ചു. ആരാ? പാണ്ഡവന്മാരാണ് ഇറക്കി വിട്ടത്. ഇവന്മാരൊക്കെ എന്ത് യോഗ്യത അവനെ ഇറക്കി വിടാനെന്ന് ചോദിച്ചു. സൂതൻ പോൽ സൂതകുലത്തിന് പാതിത്യം എന്തെത്ര പറ്റിപ്പോയി. ഡ്രൈവർ എന്ന ജോലിക്ക് എന്താ കുഴപ്പം? നാൻമുഖൻ ഇന്നലെ സൂതനായി വാണവൻ. ബ്രഹ്മാവ് തേരി തെളിച്ച കഥയുണ്ട്. നാരായണൻ നാളെ സൂതനാവോൻ. ശ്രീകൃഷ്ണൻ വെള്ളയിട്ട് റെഡിയായിരിക്കുക അർജുനന്റെ ഡ്രൈവർ ആവാൻ വേണ്ടി. മന്നനല്ലെന്നാകിൽ എന്നോട് തോഴന മന്നനായി വാഴി പരീക്ഷണം ഞാൻ. പ്രതിഭയുള്ളവൻ ഒരിക്കലും പുറത്തു പോകരുത് എന്ന് ദുര്യോധനൻ. അവിടെയാണ് കുട്ടികൃഷ്ണമാരായ ദുര്യോധനന്റെ സുയോധനൻ എന്ന് വിളിക്കുന്നത്. അവിടെയാണ് എൻ്റെ പ്രത്യേകത. എല്ലാവരാലും പുറത്താക്കപ്പെട്ടപ്പോ വേദനിച്ച് പുറത്തേക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പാടാൻ കയറി വരുമ്പോൾ നീ സ്റ്റേജിൽ കയറണ്ട. ഇന്നാളെ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഒരു ഗാനമേളയിൽ അതിഗംഭീരമായ ഒരു പെൺകുട്ടി പാട്ട് പാടി, അത് കഴിഞ്ഞ് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി കൂടെ വഴക്ക്. ആരാ ഈ കുട്ടിയെ സ്റ്റേജിൽ കയറ്റിയത്? ഇവിടെകളിലൊക്കെ ഉള്ള കുട്ടിയാണോ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? യുവന്മാര് നല്ല അടി കൊടുക്കണം, മെഡുല ചപ്പളം കിട്ട നോക്കി. ഈ ഭാഗത്തെ സത്യം പറഞ്ഞില്ല, അവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മുടെയൊക്കെ ക്ലാസ്, എൻ്റെ ക്ലാസ്സിൽ ഞാൻ 2 പീരീഡ് കണ്ടിന്യൂസ് ആയിട്ട് കയറിയിട്ട് 3ാമത്തെ പീരീഡ് ആകുമ്പോൾ ഞാൻ ക്ലാസ്സിൽ തന്നെ പിള്ളേരുടെ പറയും, ആരും എന്നെ ശപിക്കരുത്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാം എന്ന് പറയും. ക്ലാസ്സിലെ കുട്ടികളുടെ മികവ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അത് അധ്യാപകൻ തിരിച്ചറിയേണ്ട സ്വയം.
ഏത് സമൂഹത്തിലുള്ള ആസ്വാദകരും തിരിച്ചറിയേണ്ടതാണ്. ഉള്ളൂരിൻ്റെ കർണൻ പറയുന്ന അങ്ങനെയാണ്, അച്ഛാ ഇനി എനിക്കിപ്പോൾ അച്ഛൻ്റെ സഹായം വേണ്ട, കാരണം ആ മനുഷ്യൻ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ മാനസിക ദുഃഖം കൊണ്ട്. ഇന്നെനിക്കിപ്പോൾ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു വിലയുണ്ട്, ഞാൻ അതിൽ നിൽക്കും, ഞാൻ രാജാവാണ്, എനിക്ക് ജീവിക്കാം, ഇനി എനിക്ക് അച്ഛൻ്റെ സഹായം വേണ്ട. അങ്ങനെ സ്വന്തം സിദ്ധി സ്വയം ആർജിച്ച ഒരു കുട്ടിയാണ് ഉള്ളൂരിൻ്റെ കർണൻ. ഉള്ളൂര് ഇതേപോലത്തെ ഒരു കുട്ടിയായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അച്ഛൻ മരിച്ച് LP സ്കൂൾ വാദ്യാരായ അച്ഛൻ്റെ തുച്ഛമായ പെൻഷനും വാങ്ങിച്ചുകൊണ്ട് അമ്മായിയമ്മമാരാൽ ചവിട്ടിയിറക്കപ്പെട്ട് ഇവിടെ വരുമ്പോൾ, ഉള്ളൂര് താമസിക്കാൻ വരുമ്പോൾ ദാരിദ്ര്യം മാത്രമായിരുന്നു കൂട്ട്. രാത്രി 12 മണി വരെ കുട്ടി പഠിക്കും, ഒരു തുണിയേ ഉള്ളൂ ഇട്ടുകൊണ്ട് പോകാൻ സ്കൂളിൽ. വൈകുന്നേരം അത് വന്ന് കഴുകിയിടും. ആ കുട്ടി പിന്നീട് തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ, ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിൽ അധോവിഭാഗ ഗുമസ്തൻ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. LD ക്ലർക്കാരന് താഴെ ജോലിയിൽ പ്രവേശിച്ച് അവസാനം റിട്ടയർ ആകുമ്പോൾ അവിടുത്തെ റാവു സാഹിബൊക്കെ ആയിരുന്നു എന്നാണ്. ചീഫ് സെക്രട്ടറിക്ക് ഈക്വൽ ആയിട്ടുള്ള സ്ഥാനത്തായിരുന്നു. ഈ ചീഫ് സെക്രട്ടറിക്ക് ഈക്വലായ സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ചീഫ് സെക്രട്ടറി ആയിരുന്ന ഈ മനുഷ്യൻ എഴുതിക്കൂട്ടിയതിന് കണക്കും കൈയുണ്ടോ? ഭാഷയ്ക്ക് നൽകിയ സംഭാവന പഞ്ചായത്ത് മെമ്പറിന് സമയമില്ല, പിന്നെയാണ് ബാക്കി. നിങ്ങളെ MLA-മാര്, വടക്കൻ കേരളത്തിലെ MLA-മാര് ഇവിടെ ശനി ഞായറോ നോക്കിയാൽ കിട്ടൂല. അവർ നാട്ടിൽ പോകും, നിന്ന് തിരിയാൻ നേരമില്ല. 25 പരിപാടി, 30 പരിപാടി, 40 പരിപാടിയാണ്. ആ സമയത്ത് എല്ലാ വകുപ്പുകളും കൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു ചീഫ് സെക്രട്ടറിയുടെ അവസ്ഥ ആലോചിച്ചു. സത്യത്തിൽ അങ്ങനെയാണ് അദ്ദേഹം ഭാഷയെ സേവിച്ചത്. ആരെയും കള്ളികളിൽ ഒതുക്കരുത്. കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിയും തള്ളയും എന്ന് പറഞ്ഞ കവിതയിൽ പറയുമല്ലോ, ഈ കൊച്ച് അമ്മയോട് ചോദിക്കും, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല, അതെന്താ അങ്ങനെ സംഭവിക്കാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് പറക്കാനെന്ന് പറഞ്ഞുകൂടാ, മിണ്ടാരിടാ എന്നല്ല അമ്മ പറഞ്ഞത്. ആ അമ്മയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ, പിച്ച നടന്നു കളിപ്പൂ നീ, ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായത് എന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ. അവിടെയാണ് അമ്മയ്ക്ക് വാളിപ്പോയത്. അമ്മ ഉടനെ എവിടെ കൊണ്ട് കെട്ടി? അവിടെ കൊണ്ട് കെട്ടി. നാമിങ് അറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കല്പം. പിന്നെ ഇങ്ങോട്ട് ചോദ്യമില്ല. ആണെൻ്റെ പ്രത്യേകത. സത്യത്തിൽ അങ്ങനെയുമല്ല, ഓരോന്നും വ്യത്യസ്തമാകുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അത് അമ്മ എന്താണ് നിഗൂഢമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആണ് ഈ പിച്ചകത്തിൻ്റെ ഉദാഹരണം. ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഈ പഴയ ആളുടെ ശില്പം ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട്, ഓരോ ദേവതയുടെയും ശില്പം ഓരോ തരം തടിയിലേ ചെയ്യുള്ളൂ, ആ തടിയെ അതിന് വഴങ്ങുള്ളൂ. പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുമല്ലോ, തടി ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വഴക്കം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും എന്നാണ്. തെക്കോട്ടുള്ള ക്ഷേത്രങ്ങളിലെ ശില്പമൊക്കെ നിങ്ങൾ നോക്കി അറിയാം, അത് ഏത് രീതിയിലേക്ക് മാറ്റാൻ പറ്റിയ ശില്പമാണ്. തെക്കോട്ടുള്ള ഭാഷയുടെ ഒഴുക്ക് പോലെയാണ്. ആ കല്ല് സോപ്പ് പോലുള്ള കല്ലാണ്, സോപ്പ് സ്റ്റോണാണ്, ഏത് രീതിയിലും കൊത്തി മാറ്റാൻ പറ്റും. എന്നാൽ വടക്കൻ കേരളത്തിൽ നിങ്ങൾ നോക്കി നോക്കൂ, വെട്ടുകല്ല് കൊണ്ടാണ് അമ്പലം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ദേവി വിഗ്രഹം ചെയ്താൽ ആ ഇടുപ്പിൻ്റെ വളവ്, അതുപോലെ മൂക്ക്, രോമകൂപം വരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സ്പേസ് ആ കല്ലിലുണ്ട്. ഇങ്ങോട്ടുള്ള ഭാഷയിലും ആ സ്പേസ് ഉണ്ട്. ഏത് രീതിയിലും അതിനെ ചെയ്യാൻ പറ്റും. ഉദാഹരണം, നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിനെ പോലൊരു നടനെ ലോകത്തിലെ ഏതെങ്കിലും ഒരു സിനിമയിൽ സങ്കല്പിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ കണ്ടുപിടിച്ച 3 രസം വേറെ ഉണ്ട് എന്ന് ഷാറൂഖ് ഖാൻ കാണിച്ചു നോക്കട്ടെ, ആൾ എണീറ്റ് നിന്ന് കൂവും. ഷാറൂഖ് ഖാൻ ഇപ്പോൾ വന്നിട്ട് സുമേഷ് കൃഷ്ണൻ എന്നൊക്കെ പറയാനൊക്കെ പറ്റും. പക്ഷേ ജഗതി ഇതാണോ ക്രിക്കറ്റ് കളി എന്ന് ചോദിക്കുമ്പോഴുള്ള മുഖത്തെ കണ്ണിൻ്റെ ഭാവം, ഇത് കേരളത്തിൻ്റെ തനിമയാണ്. കേരളത്തിൻ്റെ തനിമയാണ്. ഒരേ സമയം 2, 3, 4 ടോൺ വർക്ക് ചെയ്യും. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ വിവിധ ഒഴുക്കുകളുടെ പ്രത്യേകതയാണ്. ആണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ ഗുണം. ഈ കേരള സ്കൂൾ കലോത്സവത്തിന് ഒരിക്കൽ മനോരമ ന്യൂസും പിന്നെ നമ്മുടെ 24 ചാനലും കൈരളി TV ഒക്കെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാൻ ചെന്ന സമയത്ത് അവർ ചോദിച്ചു, ഈ വ്യത്യസ്ത ജില്ലകളിലെ കുട്ടികൾ ഒരു സ്ഥലത്ത് വന്ന് ഒരു തരം ഭാഷ സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു ഇല്ല.
സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുകയില്ല. പക്ഷേ നിങ്ങളെ മനോരമക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പത്രക്കാർ തിരുവനന്തപുരത്ത് ഒരു ഭാഷ സംസാരിക്കും, കാസർഗോഡ്, കോഴിക്കോട്, കോട്ടയം വ്യത്യസ്ത ഭാഷയെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾ എല്ലാ ജില്ലയിലും അടിക്കുന്ന പത്രത്തിൻ്റെ ഭാഷ ഒരേ ഭാഷയാണ് എന്നാണ്. പറയുന്നതിൽ ഈ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ എഴുതുന്നത് നിങ്ങൾ മാനക ഭാഷയാണ് ഉപയോഗിക്കുക. അത് അങ്ങനെ തന്നെ ആവുന്നതാണ് അതിൻ്റെ ഒരു സൗന്ദര്യവും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ തൃശ്ശൂരിൽ ക്ലാസ് എടുക്കുന്ന സാറ് എന്തൊട്ട് ഷാജഹാൻ എന്നൊക്കെ പഠിപ്പിച്ചാൽ ശരിയാവും? പഠിക്കുന്നത് മാനക ഭാഷയിൽ തന്നെ വേണം പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ നാട്ടുഭാഷയിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നാട്ടുഭാഷയിൽ തന്നെ പഠിക്കേണ്ടു. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് മലയാളം വികസിക്കുന്നത്. ഈ കൊറോണ വന്നത് എങ്ങനെയാണ്? കൊറോണ എല്ലായിടത്തും പരന്നത് എങ്ങനെയാണ്? ഒരുത്തന് വന്ന് മറ്റവനൊന്ന് പരന്നു മുഴുവൻ. ഇപ്പോൾ വേറെ എന്തോ ഒരെണ്ണം വന്നിട്ടുണ്ടെന്നും കേൾക്കുന്നു. മിക്കവാറും വരുമായിരിക്കും. കാരണം മലയാള ലോകത്ത് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് കൊണ്ടുവരാൻ അവർ മിടുക്കലാണ്. പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്പ്രേ ഒക്കെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പം വെളിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നാൽ പിന്നെ ഉടനെ പടമാവാം. പക്ഷേ കേരളത്തിൽ അവലികളുടെ എണ്ണം കുറവാണ്. കാരണം കേരളത്തിലെ ആരോഗ്യ സംവിധാനം അത്ര സുസ്ഥിരവും സുന്ദരവുമാണ്. ആണ് എൻ്റെ പ്രത്യേകത. പിന്നെയുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ മലയാളിയുടെ ഭാഷയുടെ താളത്തിൽ നിന്ന് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാളിനെ കാണുന്നു, എവിടെ പോണ്ട നീ ചോദിക്കും. അപ്പോൾ അറിയാം, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എവിടെ പോണ്? അറിയാം, കാലത്ത് അവനെ വധിക്കാണ്. എൻ്റെ റിസർച്ച് ഗൈഡ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാനൊന്നും എഴുതിയിട്ടില്ല എന്ന് പുള്ളിക്കറിയാം, ഒരു 5-6 വർഷം മുമ്പ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ എത്ര അധ്യായം എഴുതി? ആണ് എന്ന് വെച്ചാൽ ഞാനൊന്നും എഴുതിയിട്ടില്ല എന്ന് ആരോ പറഞ്ഞ് പുള്ളി അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ചോദിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ചോദിക്കുന്നത്. വ്യത്യാസം. അറിഞ്ഞുകൊണ്ടുള്ള ഭാഷയ്ക്ക് മലയാളിക്ക് വ്യത്യാസമുണ്ട്, മൂളലിനും വ്യത്യാസമുണ്ട്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്ന് മൂളുന്നതും എന്ന് മൂളുന്നതും തമ്മിലുള്ള വ്യത്യാസം. മലയാളത്തിൽ യേശുദാസ് ഹിന്ദിയിൽ പാടാൻ പോയപ്പോഴാണ് ഹിന്ദിക്കാർ ഞെട്ടിപ്പോയത്. കാരണം മൂക്ക് കൊണ്ട് പാടാത്ത ഒരാൾ അവിടെ പാടാൻ വന്നു. ഹിന്ദിക്കാർ കൂടുതലും മൂക്ക് കൊണ്ട് പാടുന്നത് നിങ്ങൾക്കറിയാലോ. ബഹത്ത് പ്യാര കർത്തേ ഹൈ തുംകോ സനം എന്നാണ്. ഈ സമയത്താണ് ഇവിടുന്ന് ഒരു യേശുദാസ് എന്നിട്ട് ജബദീപ് ജലേ എന്ന് പാടിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഔട്ടാക്കുകയും ചെയ്തു, അവിടുന്ന് പെട്ടെന്ന് പുറത്താക്കുകയും ചെയ്തു. അദ്ദേഹം അധികം പാടാൻ അവർ സമ്മതിച്ചില്ല. എന്നുവെച്ചാൽ അതാണ് യേശുദാസിന് കിട്ടിയ വലിയ പുരസ്കാരങ്ങളിലൊന്ന്. ആരെങ്കിലും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, പുറത്താക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ അപ്പോഴും വിചാരിച്ചോണം നമ്മൾ സംതിങ് സ്പെഷ്യലാണ്, നമ്മൾ ഒറ്റയ്ക്ക് വഴി തേടേണ്ട സമയമായി എന്ന് വിചാരിച്ചോണം. ജന്തുക്കളിൽ നേരെ തിരിച്ചാണ്. ജന്തുക്കളിൽ ചാട്ടം പിഴയ്ക്കുന്ന കുരങ്ങനെയാണ് പുറത്താക്കുന്നത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ആര്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ഭീമൻ നടന്നു പോകുമ്പോൾ ഹനുമാൻ കിടക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ട് എന്താണ്, മർക്കടാ നീയങ്ങ് മാറിക്കിടാ ഷഠ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ. പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടാൽ തിരിച്ചറിയാത്ത പഞ്ചായത്തിലെ LD ക്ലർക്കോ, മാറിപ്പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ചാട്ടം പിഴച്ചതുകൊണ്ട് കൂട്ടുകാര് പുറന്തൽ ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത, ജന്തുക്കളുടെ പ്രത്യേകത അതാണ്. പിന്നിന്ന് കൊത്തുക എന്നൊരു പ്രയോഗം വന്നത് ആനയിൽ നിന്നാണ്. മലയാള ഭാഷയിൽ പിന്നിന്ന് കൊത്തുക എന്നൊരു പ്രയോഗമുണ്ട്. വിശേഷിച്ചും നിയമസഭയിൽ ഇരുന്നാണത് ഏറ്റവും കൂടുതലായി പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഈ പിന്നിന്ന് കുത്തുക എന്ന പ്രയോഗം വന്ന ആനയിൽ നിന്നാണ്. ആന കൂട്ടത്തോടെ നടന്നു പോകും. അതിൽ തൊട്ട് പുറകെ നിന്ന് പോകുന്ന കൊമ്പന് ഒരാഗ്രഹമുണ്ട്, ഈ ആനയെ കൊല്ലുകയും ഇതിൻ്റെ പുറകെ നിന്ന് വരുന്ന പിടികളെ മുഴുവൻ സ്വന്തമാക്കുകയും വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ഈ ആന വെള്ളം കുടിക്കാനോ മറ്റോ നിൽക്കുമ്പോൾ പുറകെ നിന്ന് കുത്തി ഇങ്ങ് തള്ളിയിടും. ആണ് പിന്നിന്ന് കുത്തുക എന്ന പ്രയോഗം. പുള്ളി എന്നൊരു പ്രയോഗം ഭാഷയിലുണ്ട്. എവിടെ നിന്ന് വന്ന? ജയിലിൽ നിന്ന് വന്ന ഭാഷയാണ്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ പുള്ളിയെ വിളിച്ചോളാം നാളെ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജയിലിൽ പോകാന്നല്ല. കക്ഷി എന്നൊരു വാക്കുണ്ട്. എൻ്റെ കക്ഷി നീ കണ്ടിട്ടുണ്ടോ?
എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം കോടതിയിൽ നിന്ന് വന്ന വാക്കാണത്, പക്ഷെ അത് ജനറലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പൊ പങ്കജം എന്നൊരു വാക്ക് നമ്മൾ സാധാരണ ഇപ്പൊ താമരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പങ്കജം. പങ്കം എന്ന് വെച്ചാൽ ചെളി, ചെളിയിൽ ഉണ്ടാവുന്ന എല്ലാം പങ്കജമാണ്. ആഫ്രിക്കൻ പായലിന് പങ്കജം എന്ന് വിളിക്കാൻ പറ്റുമോ? പക്ഷെ ഇല്ല. അതിനെയാണ് രൂഢി എന്ന് പറയുന്നത്. ഒരു നില ഉറച്ചുപോയി, ഒരു നില ഉറച്ചു പോകും. ഇപ്പോൾ നടൻ എന്ന് പറയും. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പുറത്തെ വീട്ടിൽ പോയി സിനിമ കാണുന്ന കാലത്ത് ഇവിടെ എന്താ നട സിനിമ, വിയറ്റ്നാം കോളനി, നട ആര്? മോഹൻലാൽ. ഇങ്ങനെയല്ലേ നമ്മളൊക്കെ ചോദിച്ചിട്ടുള്ളത്? നായകൻ ആരെന്നാ ചോദിക്കേണ്ടത്. നടിക്കുന്നവരെല്ലാം നടനും നടിക്കുന്ന സ്ത്രീകളെല്ലാം നടിയും ആണ് എന്ന് നമുക്കറിയാം ഇപ്പോ. പക്ഷെ അന്നത് അറിഞ്ഞൂടാ. അന്ന് നട ആരെന്ന് ചോദിച്ചാൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി, തനിയാവർത്തനം മമ്മൂട്ടി. ഇനി ചില നല്ല സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾക്കൊക്കെ നമ്മളിടുന്നൊരു പേരുണ്ട്, അവാർഡ് പടം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കടവ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി കാണുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ പറയണം, വാടാ ഏതോ അവാർഡ് പടമെന്ന്. പിന്നെ ഭാഷ പഠിക്കുമ്പോൾ MD അറിയുമ്പോൾ പൊറ്റക്കാടിൻ്റെ കടത്ത് തോണി എന്ന കഥ വായിക്കുമ്പോഴൊക്കെയാണ് എന്തൊരു വലിയ കലാമൂല്യമുള്ള സിനിമയാണ് അന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇട്ടിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് വിസ്മയിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ സാറ് EMSൻ്റെ ജീവിതം വെച്ച് എടുത്തിട്ടുള്ള കഥാപുരുഷൻ എന്ന സിനിമ കണ്ട എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിയിൽ. അന്ന് അതിൻ്റെ ഒരു സെൻസും അറിഞ്ഞൂടാ. ആ സിനിമ ഇന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഭാഷയിലും ഇതേ ഗുണമുണ്ട്. പ്രയോഗിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ അറിയണമെന്നില്ല അതിൻ്റെ ആഴം എന്താണെന്ന്. നമ്മുടെ ജീവിത സന്ദർഭങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി വരുള്ളൂ. കവിതയിലും ഈ പ്രശ്നമുണ്ട്. ഇടശ്ശേരിയുടെ പുരപ്പണി എന്ന് പറയുന്ന കവിത ആദ്യം വായിക്കുന്ന കാലത്ത് എനിക്കത് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്കറിയാം ആ കവിതയുടെ ആഴം എന്താണെന്ന്. ഒരേ സമയം അത് പുരപ്പണിയെക്കുറിച്ചല്ല, കവിതയുടെ പണിയെക്കുറിച്ചും കൂടിയാണ്. നിങ്ങൾക്കിത് നടന്ന കാണാം, ഇതിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയാം, ഇതിന് ഏതെങ്കിലും മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെക്കണമെന്ന് പറയാം. പക്ഷേ പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം എന്നാണ് ഇടശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത ഇത് മറ്റൊന്നിൻ്റെ പകർപ്പാണെന്ന് പറയരുത്. ഏതൊരു കവിയുടെയും ഐഡന്റിറ്റി ഇതാണ്. ഇതുപോലെയാണ് വേറൊന്ന് എന്ന് പറയാനുള്ള ഇട ഉണ്ടാകാതിരിക്കണമേ എന്നുള്ളതാണ്. ആണ് മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന കവികളെയൊക്കെ നോക്കി നോക്കും, അവരവരുടേതായ ഐഡന്റിറ്റി കൊണ്ടുവന്നവരാണ്. ഈ ചങ്ങമ്പുഴയുടെ മാറ്റുലി കവി എന്ന് വിളിച്ച് കൃഷ്ണനായർ സാറ് കളിയാക്കിയ ONV കുറുപ്പ് എന്ന കവി ഭൂമിക്കൊരു ചരമഗീതവും സൂര്യഗീതവും ഒക്കെ വരുമ്പോൾ വളരെ ഉന്നതിയിലേക്ക് പോകുന്നു. സ്വസ്തി ഹേ സൂര്യ തേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പൊളിനഹരിതങ്ങളിൽ തളികകൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ട് കുളിരിന്റെ കുടമൂതി തെങ്ങിന്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ച് കദളിയുടെ ഒരു മുലക്കൊമ്പു കൊണ്ടൊന്നല്ല പത്തല്ല മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതൊട്ടുവാൻ പട്ടിന്റെ പോളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് ONV കുറുപ്പ് പറയുന്നതിലൂടെ അദ്ദേഹത്തിന്റെ കവിത വല്ലാത്തൊരു കുതിപ്പിലേക്ക് പോയി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഭൂമിക്കൊരു ചരമഗീതം വരുമ്പോൾ ഏറ്റവും വലിയ ഊർജ്ജസ്വലമായ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോയി. അത് പിന്നീട് അദ്ദേഹം അതിനെ നിലനിർത്തുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മലയാളത്തിലെല്ലാം. വയലാറിൻ്റെ സർഗസംഗീതമൊക്കെ വന്നപ്പോൾ വയലാറിൻ്റെ കാവ്യഭാവുകത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലായിരുന്നു പോയത് അല്ലേ. അതിൽ ഒരേ സമയം അതിലെ ഭാഷയുടെ ആഴം കൊണ്ട്, അതേസമയം അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, അതേസമയം അതിൻ്റെ ലയാത്മകത കൊണ്ട് ഒക്കെ ആ കവിത നമ്മളെ അതിശയിപ്പിച്ചു.
ഇടശ്ശേരി കുഞ്ഞിരാമൻ നായർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നതാണ്, ഉൾക്കൊള്ളുന്നതാണ് സത്യം നമ്മുടെ സാഹിത്യം. അങ്ങനെയാണ് ഞാനതിനെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. മതിയല്ലോ. വേറെ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചോദ്യവും പറച്ചിലുമാണ് വേണ്ടത് കേട്ടോ. ഈ കുട്ടികൾ ചോദ്യം തയ്യാറാക്കുന്നതിനിടയ്ക്ക് ഞാൻ രസകരമായൊരു കഥ പറഞ്ഞു തരാമേ. ഈ പണ്ട് ഈ നിയമസഭ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പിള്ളേർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, വലിയവർക്ക് അറിയാമായിരിക്കും. ഈ നിയമസഭ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ വന്നു. കൊട്ടാരക്കര ഭാഗത്തിൻ്റെ അപ്പുറത്ത് വൈക്കത്തുനിന്ന് പിന്നെ ഇവിടെ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വന്നു. സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴുണ്ട് ഈ പയ്യൻ ഒരു ലോറിയിൽ കയറിയാണ് വന്ന ലോറി അങ്ങ് തിരിച്ചു പോയി. അപ്പോൾ ഇവന് തിരിച്ചു പോകാൻ പൈസയില്ല. അങ്ങനെ ഇരുന്നപ്പോഴും ഈ ഭാഗത്തൊരു ബിൽഡിങ്ങിൽ പണി കിടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ചു പോകാൻ പൈസയില്ല, അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓ, നീ ഇവിടെ സിമൻറ്റ് കുഴയ്ക്കാനൊക്കെ നിങ്ങളുടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ സിമൻറ്റ് കുഴയ്ക്കാനും കല്ലുടയ്ക്കാനും ഒക്കെ നിന്നു. ചല്ലിയൊക്കെ പിന്നെ റെഡിയാക്കി അരിക്കാൻ നിന്നു, മണലരിക്കാൻ നിന്നു. ഇതൊക്കെ കഴിഞ്ഞു. ഒരു ദിവസത്തെ പൈസ പിറ്റേ ദിവസം കൊടുക്കൂല, അന്നും കൊടുക്കൂല. ഒരാഴ്ചത്തേക്കുള്ളത് ഒരുമിച്ച് കൊടുക്കുള്ളൂ. അങ്ങനെ ഈ പയ്യൻ 2 ആഴ്ച ജോലി ചെയ്തു. ഇവിടെ നിയമസഭയുടെ നിർമ്മാണ സമയത്ത് 2 ആഴ്ച ജോലി ചെയ്ത് ആ കൂലിയും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാനും അത്യാവശ്യത്തിനുള്ള പൈസയും കിട്ടി വീട്ടിൽ പോയി. കുറേ കാലം കഴിഞ്ഞ് ആ ചെറുക്കൻ വലുതായി ഇലക്ഷനിൽ നിന്ന് ജയിച്ച് MLA ആയി ഇവിടെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ആ ചെറുക്കൻ്റെ പേരാണ് വൈക്കം നാരായണൻ MLA. ഇപ്പോഴത്തെ MLA ആശ എന്ന് പറയുന്ന MLAക്ക് മുമ്പ്, വളരെ കാലം മുമ്പ് ഇവിടെ MLA ആയിരുന്ന വൈക്കം നാരായണൻ ഈ നിയമസഭയ്ക്ക് വേണ്ടി കല്ലും മണ്ണും ചുമന്ന ആളാണ്. നിയമസഭയ്ക്ക് വേണ്ടി കൂലിപ്പണി ചെയ്ത് MLA ആയ ഒരാളെ കേരളത്തിലുള്ളൂ, അത് വൈക്കം നാരായണനാണ്. അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടി സമയം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ സമയം എടുത്തത് കൊണ്ടാണ് ഇവർക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് കേട്ടോ. പറഞ്ഞോ, ചോദിക്കും. സാറ് പല ദേശത്തെ ഭാഷകളും പറയുന്നത് ഞാനൊരു ചാനൽ ഷോയിൽ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലുള്ള ഭാഷാഭേദം സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ല, അത് വേറൊന്നുമല്ല. അത് നിങ്ങൾക്ക് ആ യൂട്യൂബിൽ അത് കിട്ടും. അത് വേറൊരു കാര്യം. യൂട്യൂബിൽ ഇല്ലാത്ത 1-2 കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം. യൂട്യൂബിൽ ഞാൻ പറയാൻ മറന്നുപോയത്. അപ്പോൾ സത്യം പറഞ്ഞ് ഇതൊന്നും പറയണമെന്നോ ഇതിങ്ങനെ ഹിറ്റാവുമെന്നോ എന്നും വിചാരിച്ചല്ല അത് പറഞ്ഞത്. അവിടെ അമൃത TV ഷോ ഞാൻ കാര്യവട്ട ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ അധ്യാപകൻ BV ശശികുമാർ സാർ പറഞ്ഞിടയിൽ അമൃത ചാനലിലേക്ക് ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്, അതിൽ കയറിയാൽ നിനക്ക് കൈമനത്തിറങ്ങാം, കുറച്ച് പേര് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ പോകാൻ, പിന്നെ അവിടെ ചെന്നിരുന്ന വടയും ചായയും കിട്ടും, ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞ് ശശി സാറാണ് എന്നെ വിടുന്നത്. ഞാൻ ചെന്ന് അവിടെ പുറകിലിരുന്ന് വടയും ചായയൊക്കെ കുടിച്ചു രസകരമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഭാഷ വളരെ മോശമാണ് എന്നിങ്ങനെ തുടരെ പറയുന്നു. ഞാൻ കുറേയൊക്കെ കേട്ടോണ്ടിരുന്നു. പിന്നെ ഈ സുരാജ് വെഞ്ഞാറമോട് പറഞ്ഞ പോലെ എത്ര അടക്കി വെച്ചാലും നമ്മളെ സാധനം തള്ളി പുറത്തേക്ക് വരുമല്ലോ. അവസാനം എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു, സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അന്നോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തോ ഓർമ്മ വന്നു. അതിനെ ഞാൻ ഗുരുകടാക്ഷം എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ എൻ്റെ കഴിവല്ല. ആ സമയത്ത് എൻ്റെ ഭാഷയാണ് എന്നെ കൊണ്ട് അത് പറയടാ എന്ന് പറഞ്ഞ് പറയിച്ചത് അല്ലേ. അത് എൻ്റെ ഭാഷയുടെ സൗന്ദര്യം അത്രമേൽ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ ഞാൻ കാഞ്ഞിരംകുളത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കന്നുവാമുട്ടിലെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ് ഈ കാരക്കോണത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സംഗീതാത്മകമായ ഒരു ഭാഷയെക്കുറിച്ച് പറയാൻ മറന്നുപോയി. അത് ഈ താമ്രപർണി ആറ് കടന്ന് കളിയിക്കവള വരെയുള്ള ഭാഷയാണ്. അത് പറയാൻ മാത്രം ഞാൻ മറന്നുപോയി. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അത് ഈ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ചേട്ടൻ കല്യാണം കഴിച്ചിരുന്ന വന്നിയൂരിൽ നിന്നാണ്. അപ്പോൾ ചേച്ചി വന്ന ഇടയ്ക്ക് ഞങ്ങളോട് ചോദിക്കും, എടാ മണി എത്ര അടിച്ചേ ചോദിക്കും. മണി എത്ര അടിച്ചേന്ന് നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവും. മണി എത്ര അടിച്ചതെന്ന് ചോദിച്ചാൽ
സമയം എത്രയായി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അവര് പറയുന്നതാണ് ശരി. മണി ആവുകയല്ല, അടിക്കുകയാണെന്ന് അവർക്കറിയാം. അവരത് കണ്ടിട്ടുണ്ട്. എങ്ങനെ? പത്മനാഭപുരത്ത് നിന്ന് സംഘങ്ങളായിട്ട് എല്ലാ വ്യാഴാഴ്ച ഇവിടെ വരും. എവിടെ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഒരുക്കം കാട്ടാക്കട കവിതയിൽ പറഞ്ഞ പോലെ രാജപ്രതാപം മറന്ന മേത്തം മണി അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. രണ്ട് സൈഡിൽ നിന്നും വന്ന് ഇടിക്കുമ്പോൾ ഇത് വാ തുറക്കും. അങ്ങനെ മണി അടിക്കുന്ന സംസ്കാരം കണ്ടു വളർന്നവരാണ് നമ്മൾ ഇവിടുത്തെ ആളുകൾ. അതുകൊണ്ട് മണി ആവുകയല്ല, വാച്ച് എന്നൊരു സാധനം വന്നതിന് ശേഷമാണ് എത്ര മണി ആയി എന്നുള്ളത്. എന്നിട്ടും വാച്ച് മുതലാളി ഘടികാരം വലിയ മറ്റേ ക്ലോക്ക് കണ്ടുപിടിച്ചപ്പോൾ മണി അടിക്കുന്ന സിസ്റ്റം തന്നെ കൊണ്ടുവന്നു. ആണെന്റെ പ്രത്യേകത. ചില ഭാഷകളിലെ ചില പ്രത്യേകത വരുന്നത് അങ്ങനെ തന്നെയാണ്. ചില വാക്കുകൾ വരുന്നത് അങ്ങനെ തന്നെയാണ്. പുതിയ പുതിയ വാക്കുകൾ ഇപ്പോൾ വന്നല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലം വരെ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കിന് ഇപ്പൊ സുന്ദരമായൊരു മലയാളം വാക്ക് വന്നു, തന്തവൈബ്. പാരമ്പര്യം എന്നാണ് അതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് ഡൈ കാപ്പ് കുടിച്ചാടാ നീ ചോദിച്ചാൽ കാലത്തെയുള്ള ആഹാരം കഴിച്ചോ എന്നാണ്. ഡൈ ഉണ്ടാ നീ ചോദിച്ചാൽ ഉണ്ടാന്നും അല്ല അല്ലേ? കാട്ടാക്കട ഭാഗത്തൊക്കെ, നെയ്യാറ്റിക്കര ഭാഗത്ത്, പ്രാവച്ചമ്പല ഭാഗത്ത് ഡൈ ചാപ്പാടടിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഉച്ചഭക്ഷണം കഴിച്ചോ എന്നാണ്. രാവിലത്തെ ആഹാരത്തെ അങ്ങനെ ചോദിക്കില്ല ആയിരുന്നില്ല. പിന്നെ ഇളംപാല എന്നൊരു സാധനമുണ്ട്. രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ കഴിക്കുന്ന സാധനമാണ്. ബ്രഞ്ച് എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സാധനം ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള പല ഭാഷാ പ്രയോഗങ്ങൾ ഇപ്പോഴുണ്ട്. മുമ്പും തെക്കൻ നാടുകളിൽ ഒരുപാട് പ്രയോഗങ്ങൾ. അത് മധുസൂദനൻ നായർ സാറിൻ്റെ ചില കവിതകളിലൊക്കെ അതുണ്ട്. ചൂലി എന്നൊരു വാക്കുണ്ട്. ചൂലി, യക്ഷി എന്ന് പറഞ്ഞ കവിതയിലാണ്. ഗർഭിണി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. വയറ്റി ചൂലി എന്ന് ഇപ്പോഴും ഗർഭിണികളെ തെക്കൻ നാട്ടിലെ പെണ്ണുങ്ങൾ വിളിക്കും. കോട്ടയത്തുകാർ അതിനെ വയറ്റ് കണ്ണി എന്നാണ് പറയുന്നത്. കാരണം അവരത് കുറച്ചുകൂടി വേദാന്തമാണ്. അന്തർനേത്രം തുറക്കുന്നു എന്നാണ് കുഞ്ഞ്. അന്തർവഹ്നി എന്നാണ് സംസ്കൃതത്തിൽ ഗർഭിണിയുടെ പേര്. ഉള്ളിൽ തീയുള്ളവൾ എന്നാണ്. എന്നുവെച്ചാൽ ഈ ചെയ്യുന്നതെല്ലാം കുഞ്ഞ് അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജാഗ്രത അവസ്ഥയിലാണ് കുട്ടി ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൊച്ചിന് അമ്മയുടെ ശബ്ദവും അച്ഛൻ്റെ ശബ്ദവും തിരിച്ചറിയാൻ പറ്റും. ആദ്യം തന്നെ തിരിച്ചറിയാൻ പറ്റും. സ്വന്തം അമ്മമ്മ വിളിച്ചാൽ പോവില്ല. എന്നാൽ ആശുപത്രിയിൽ പോളിയോ എടുക്കാൻ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ചിറയും കീഴുള്ള ഒരാൾ വരുമ്പോൾ ഈ കൊച്ചിങ്ങനെ ചാടിപ്പോവും. ഭാവസ്ഥിരാണി ജനനാന്തര സൗഹൃദാനി എന്ന് കാളിദാസൻ. ഭാഷ എവിടെയൊക്കെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ട് നമ്മുടെ വർത്തമാനത്തിൽ. ഒരു ഭാഷ കേൾക്കുമ്പോൾ അറിയാം ഒരാൾ എവിടെയുള്ള ആളാണ്. ഒരു ഭാഷ കേൾക്കുമ്പോൾ അറിയാം. ഇപ്പോൾ കലോത്സവത്തിന് വന്ന സമയത്ത് ചാനലുകാർ എല്ലാ കുട്ടികളോടും ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്തെ ഭാഷ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ കുട്ടി, ചില പിള്ളേർ പറയും വലിയ കുഴപ്പമില്ല, പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയാം ആ കുട്ടി തൃശ്ശൂരുകാരിയാണ്. പിന്നെ ചില ആളുകൾ പറയും ഒരു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണില്ല, നമ്മൾ പറഞ്ഞാൽ ഓർക്കും മനസ്സിലാവണില്ല, കണ്ണൂരാണെന്ന് മനസ്സിലാവും. എനിക്ക് ഏറ്റവും രസകരമായ സംഭവം ഓർമ്മ വന്നത്, ഒരിക്കൽ ഈ സൂര്യ ഫെസ്റ്റിവലിൽ ഡാൻസ് ചെയ്യാൻ നടൻ വിനീത് കണ്ണൂരുള്ള ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇത് വേറെ ഏതോ സംസ്ഥാനത്തിൻ്റെ ഭാഷയാണ്. കാരണം ഇവർ തങ്ങളിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളം എന്നാണ് പറയണേ. അവർ തങ്ങളിൽ ഇങ്ങനെ ഏതൊക്കെയോ ഇടവഴിയെ പറ്റിയൊക്കെ സംസാരിക്കാം. ഒരിക്കൽ അഭിരാമി എന്ന നടി ഒരു ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക സുരാജ് വെഞ്ഞാറമൂടിനോട്. സംസാരിച്ച് പറഞ്ഞാൽ ആ കേശവസ്വരം താഴത്തെ മുടുക്കിൻ്റെ ഇടയിൽ കൂടെയാണ് എൻ്റെ വീട് എന്നെന്തോ പറഞ്ഞപ്പോഴാണ് രമേട്ടൻ ചോദിച്ചു മുടുക്ക ചോദിച്ചു, പറഞ്ഞു മുറുക്കല്ല മുടുക്ക്, തിരുവനന്തപുരത്തുകാരി അല്ലല്ലോ, അത് മനസ്സിലാവൂല എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തുകാർക്ക് തേരിയുണ്ട്. തേരി വടക്കോട്ടുള്ളവന് അത് പൊക്കത്തിലാണ്. മറ്റേ മുകളിലത്തെ നിലയിൽ എന്ന് പറയും. ആലപ്പുഴക്കാർ പൊക്കത്തിലേക്ക് പോകുന്നു എന്നാണ് പറയാൻ. കാര്യം ഒന്ന് തന്നെ, പക്ഷെ പറയുന്നതിൻ്റെ വ്യത്യാസം. ബാലരാമപുരത്ത് 2 ശിവക്ഷേത്രമുണ്ട്. ഒന്നിനെ പറയുന്നത് കൂട്ടപ്പന ശിവൻകോവിൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പന കൂട്ടമായി നിന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ഥലം. വേറെ മറ്റേ ക്ഷേത്രത്തിൻ്റെ പേര്, ബാലരാമപുരം ജംഗ്ഷനിലിരിക്കുന്ന താഴെയുള്ള ക്ഷേത്രത്തിൻ്റെ പേര് ഏറെ ശിവൻകോവിൽ എന്നാണ്. ഏറെ എന്ന് വിളിക്കാൻ കാരണം അത് തേരിയുടെ മുകളിലാണ് ഇരിക്കുന്ന ക്ഷേത്രം. അതുകൊണ്ടാണ്. കൊല്ലം ജില്ലയ്ക്ക് അടുത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ, എന്താണ്, കുഴിക്കടത്തിൽ ശാസ്താവ്. ട്രെയിനിൽ പോകുമ്പോൾ അറിയാം, ഒരു കുഴിയിലാണ് അമ്പലം ഇരിക്കുന്നത്.
ഭൂപ്രദേശം അനുസരിച്ച് ഭാഷയ്ക്ക് വ്യത്യാസം വരും. പിന്നെ പറഞ്ഞു കേട്ട കഥകൾക്കനുസരിച്ച് ഭാഷയ്ക്ക് വ്യത്യാസം വരും. ഇപ്പൊ എൻ്റെ നാട്ടിലൊരു സ്ഥലമുണ്ട്, അവണാകുഴി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവണൻ എന്ന് പറയുന്ന ഒരാൾ ഓടിച്ചു വന്നും, ഓടിക്കുമ്പോൾ നമ്മൾ സാധാരണ അയാളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയും അവണാ കുഴി എന്ന് പറഞ്ഞു നിന്നും അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എൻ്റെ കമ്മോങ്കോട് സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപികയായ സുഭാഷിണി ടീച്ചർ പറഞ്ഞൊരു കഥയാണ് ഇത്. അവർ കേട്ട കഥയാണ്. ഇങ്ങനെ കേട്ടുകേൾവിയിലെ കഥയിൽ നിന്ന് സ്ഥലപ്പേരുണ്ടാവാം. ഇനി ചില രാഷ്ട്രീയ നേതാക്കൾ സ്ഥലപ്പേരിട്ടിട്ടുണ്ട്, ഗംഭീര പേരുകളാണ് ഇതൊക്കെ. ഒരിക്കൽ ബാലരാപുരം പിന്നെ പഞ്ചായത്തിൻ്റെ കുറേ അപ്പുറത്ത്, അതായത് ബാലരാപുരം പഞ്ചായത്തല്ല, അതായത് ബാലരാപുരം പഞ്ചായത്തിന് അങ്ങേ അറ്റം വരും. ഇപ്പോൾ അത് വേറൊരു പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഉച്ചക്കടയ്ക്ക് ഇപ്പുറം ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തോട്ട് ബസ് വിടണം. സുന്ദരനാടൻ സാറിനോട് പറഞ്ഞു ബസ് വിടണം. അപ്പോൾ ചോദിച്ചു സ്ഥലപ്പേരെന്താന്ന് ചോദിച്ചു. തെമ്മാടിമുക്ക്. സുന്ദരനാടൻ സാറിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. തെമ്മാടിമുക്കിലോട്ട് ബസ് വിടാൻ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അടിയരും പോടാന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലത്തിന് പേര് മാറ്റി സിസിലിപുരം എന്നാക്കി. പണ്ട് ജയം പറയൂലേ എൻ്റെ പേര് മാറ്റി രാമൻകുട്ടി എന്നാക്കി എന്നൊക്കെ പറയും പോലെ സിസിലിപുരം എന്നാക്കി. ഇപ്പൊ ആ പേരിൽ ബസ് ഓടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ടെമ്പോയിൽ കയറിയിട്ട് സിസിലിപുരത്തേക്ക് ടിക്കറ്റ് എടുക്കും. ഇനി എൻ്റെ നാട്ടിലൊരു സ്ഥലമുണ്ടല്ലോ, പത്താങ്കല്ല് എന്ന് പറയും, പുത്തനമ്പലം എന്ന് പറയും. പുത്തനമ്പലം പണ്ട് ഈ പുത്തനമ്പലത്ത് പോകണം, പത്താങ്കല്ല് പോകണമെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് എടുക്കും. ഞാൻ ഇടയ്ക്കൊരു തമിഴ്നാട്ടിലെ ബസ്സിൽ കയറി, ബസ്സിൽ കയറി ഞാൻ പറഞ്ഞു ഒരു പത്താങ്കല്ലെന്ന് പറഞ്ഞു. പത്താങ്കല്ല് അത് എങ്കെ അവൻ ചോദിക്കുക. ഞാൻ പറഞ്ഞില്ല പത്താങ്കല്ല് അത് എങ്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഓട്ടോമൊബൈൽസില്ല, വാ ഓട്ടോമൊബൈൽസിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ്. അവൻ എന്നെ ചിറഞ്ഞെന്ന് നോക്കിയിട്ട് നിംസിനടെ അത് പോതും എന്നാണ്. ഒരു ആശുപത്രി എങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് ആകുന്നത് എന്നുള്ളതാണ്. ഞാൻ കൊച്ചുകാലം മുതൽ ശീലിച്ചു വന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടുകാരൻ എൻ്റെ സ്ഥലത്തിന് പേരിടുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാരൻ നമ്മളെ സാധനത്തിന് നമുക്ക് നികുതി ഏർപ്പെടുത്തിയതുപോലെ നിംസ് നട് അത് പോതും എന്നാണ് പറയുന്നത്. അതാണ് ഈ ഭാഷയുടെ വേറൊരു പ്രത്യേകത. ഇത്തരത്തിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്, അതൊന്നും പറയുന്നില്ല, സമയത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത്തരത്തിൽ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. ഇനി ഞാൻ കുറച്ചു കാലം കുളത്തൂര് ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിച്ചു, നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറം. അപ്പോൾ ഈ മാവിളക്കടവ് ഭാഗത്തു നിന്ന് വരുന്ന കുറേ കുട്ടികളുണ്ട്. അവര് നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ചില സുന്ദരമായ ചില പ്രയോഗങ്ങൾ പറയും. ഞാൻ ഒരിക്കൽ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഷാലു എന്നോട് ചോദിച്ചു, സാറേ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നല്ലേ? ഓ സുഖം തന്നെ, തള്ളച്ചോറ് ചെല്ലച്ചോറ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു വലിയ ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം കിട്ടിയത്. ബേബി ഫുഡിൻ്റെ യഥാർത്ഥ മലയാളം ചെല്ലച്ചോറ് എന്നാണ്. അമ്മ തരുന്നത് എന്നുള്ളത്. ഇനി പല ആശുപത്രികളുടെയും മുമ്പിൽ ഒരു അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന പരിചരണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല പൈസയും വാങ്ങിക്കും. അതല്ല, തള്ളയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് നൽകാൻ കഴിയുന്നത്. തള്ള എന്ന അമ്മയുടെ പേര് വരാൻ കാരണം അറിയാമല്ലോ, കുഞ്ഞിനെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നവളാണ് തള്ള, അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള വാക്കുകൾ നമുക്കുണ്ട്. ഈ എന്താണ് ചെല്ലച്ചോറ് എന്ന പ്രയോഗം ബേബി ഫുഡിൻ്റെ തനി മലയാളമാണ്. ഈ ഭാഗത്തിന് തെക്കോട്ടൊരു പേരുണ്ട്, കവട്ട എന്ന് പറയും. കവട്ട കവ്വാൻ ഉപയോഗിക്കുന്നത്, കടിക്കാൻ ഉപയോഗിക്കുന്നത്. കപോലം എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാളമാണ് കവാലം. ശ്രദ്ധാഗ്രന്ഥി എന്ന സംസ്കൃത വാക്കിൻ്റെ തനി മലയാളമാണ് ചെപ്പാക്കുറ്റി. കപോലഗ്രന്ഥി എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാളമാണ് കവാലക്കുറ്റി. ഇത്രയേ ഉള്ളൂ. അത് ഒന്ന് ശ്രേഷ്ഠമെന്നും മറ്റേത് മോശമെന്നും ഇല്ല. എല്ലാ അമ്മമാരും നല്ലവരാണ്, പക്ഷെ എൻ്റെ അമ്മയും പ്രൗഢയാണ് എന്ന ബോധമാണ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഉണ്ടാകാത്തത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരുത്തൻ തൃശ്ശൂർ പണിക്ക് പോയാൽ പിറ്റേ ദിവസം അവ ഇവിടെ നിന്ന് വരുമ്പോൾ ഇരിങ്ങാലക്കുട ഭാഷയെ സംസാരിക്കുള്ളൂ. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ നാടകത്തിൽ 20 കൊല്ലമായി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഇപ്പോഴും തൃശ്ശൂർ ഭാഷയെ സംസാരിക്കുന്നത്. അതാണ് ഐഡന്റിറ്റിയുടെ ഒരു വലിയ പ്രത്യേകത. അത് നമുക്കിനിയും സ്വാംശീകരിച്ചെടുക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഇന്ന് ഞാനാണ് എര. ഇതാണ് ONV സാറ് വൈലോപ്പിള്ളിയുടെ കവിതയ്ക്ക് എഴുതിയൊരു പഠനമുണ്ട്. അതിൽ തുടങ്ങുന്നത് ഇരയ്ക്ക് പാരവശ്യം കൂടുന്തോറും വേട്ടക്കാരന് രസം ഏറുന്നു എന്നാണ്. ഉണ്ടോ? ആ പറയണം. എന്താ സാർ? ആ എന്തര് എന്തര് എന്ന പദം എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ തെക്കൻ രീതിയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഞാൻ സാധാരണ പറയാറുണ്ട്, വെള്ളങ്ങളെന്ന് നമ്മൾ പറഞ്ഞാൽ മോശമെന്ന് പറയും. തിരുവനന്തപുരത്തെ ഒരാൾ വെള്ളങ്ങളെന്ന് പറഞ്ഞാൽ മോശമെന്ന് പറയും. എന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ എഴുത്തച്ഛൻ പ്രാണങ്ങളെ കളഞ്ഞിടുവാൻ അല്ലായെങ്കിൽ ഏണാങ്ക തുല്യവദന രഘുപത ഇത് എഴുതിയിട്ടുണ്ട്. അത് പഞ്ചപ്രാണനെ ഉദ്ദേശിച്ചാണ് പറയണതെന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ വെള്ളങ്ങൾ എന്ന് പറയാൻ കാരണമുണ്ട്, എന്തര് എന്ന് പറയാൻ കാരണമുണ്ട്. വെള്ളങ്ങളെന്ന് പറയാൻ കാരണം 5 പേര് വന്നു എന്ന് വിചാരിക്കുക. 5 പേർക്കും വെള്ളം കിട്ടിയോ എന്ന് ചോദിക്കാനാണ്. വെള്ളങ്ങളൊക്കെ കുടിച്ചോ എന്ന് ചോദിക്കാൻ കാരണം. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ 3 പേരായിട്ട് പോകുന്നു, ആണോ 3 നാരങ്ങ വെള്ളം എന്നല്ലേ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. വെള്ളങ്ങൾ അതാണ് അങ്ങനെ വന്നത്. എന്തരെന്ന് പറയാൻ കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഈ റകാരം രകാരം ഉറപ്പിച്ചുച്ചരിച്ച് ശീലമുണ്ട്. അതുകൊണ്ടാണ് CV രാമപിള്ളയുടെ നോവലിലെ ഏറ്റവും ജൈജാന്റിക്കായ കഥാപാത്രത്തിന്റെ പേര് കാളി ഉടയാൻ ചന്ദ്രകാരൻ എന്നാണ്. ചന്ദ്രകാരൻ എന്ന് പറഞ്ഞാൽ രകാരൻ ചെറുതായി പോകും നമുക്ക്. അതുകൊണ്ട് പോലീസുകാരൻ നമ്മൾ പറയും, അയ്യോ അയ്യോ ഭയങ്കര പോലീസ് പറയും അല്ലേ പറയും, അയ്യോ ഭയങ്കര ഇതാണ്, ഭയങ്കര കൊലൈക്കാരൻ എന്ന് തമിഴ്നാട്ടിലൊരു പ്രയോഗമുണ്ട്, കൊലൈക്കാരൻ. അതിൽ നിന്ന് വന്നതാണിത്. ആ റകാരം ഉറപ്പിച്ച് വെച്ചിരിക്കുക, അങ്ങനെ വന്നതാണ് എന്തര് എന്ന പ്രയോഗം. എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്, എന്തൊട്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ മറ്റൊരു രൂപം. കാരണം വടക്കൻ കേരളത്തിൽ എന്താണ്, തൃശ്ശൂർ ജില്ലയിലാണ് ഊട്ട് അമ്പലങ്ങളിൽ പണ്ട്. ഇപ്പം ഈ അന്നദാനം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള ഊട്ട് സംസ്കാരം എന്തൊട്ട് എന്ന് അവർ ചോദിക്കുള്ളൂ. നമ്മളങ്ങനെയല്ല, നമ്മൾ എല്ലാം സംഗീതാത്മകമായി ചോദിക്കുന്നവരാണ്. മറ്റത് താളമാണ് അവരുടെ ഭാഷയെ സ്വാധീനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ കണ്ണൂരോട്ട് പോകുമ്പോൾ ദൃശ്യമാണ്, പാലക്കാടൊക്കെ പോകുമ്പോൾ ദൃശ്യമാണ്. OV വിജയൻ കുറച്ച് മാത്രം സംസാരിക്കുകയും ഒരുപാട് ദൃശ്യങ്ങൾ കാണിച്ചു തരികയും ചെയ്ത നോവലിസ്റ്റ് ആയത് അതുകൊണ്ടാണ്. അതിൻ്റെ പ്രത്യേകത. സമയമായി അല്ലേ? അപ്പോൾ ഒരു നിയമസഭയിലെ MLA ആയിരുന്ന കവിയാണ് കടമ്പനിട്ട. നിയമസഭയിൽ കവിത ചൊല്ലിയിട്ടുള്ള ഒരേ ഒരു കവിയാണ് കടമ്പനിട്ട. കടമ്പനിട്ട നിയമസഭയിൽ കവിത ചൊല്ലിയിട്ടുണ്ട് MLA ആയിരിക്കുമ്പോൾ. കടമ്പനിട്ടയുടെ ഒരു 4 വരി ചൊല്ലി നിർത്താം. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കന്മഴുവൊങ്ങി, മല തിണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ, മരമൊക്കെ എരിച്ചവരെന്നോട് കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. കുഴലൂരിയെടുക്കും ഞാൻ, ആ കുഴലൂതി വിളിക്കും വീണ്ടും. മത്താടി മയങ്ങിയ ശക്തികളെത്തും ഞാൻ, വില്ലു കുലയ്ക്കും കുലവില്ലിനു പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ. ഇടിമിന്നലൊടിച്ചമ്പഗ്നിത്തിരയായി പേമഴയായി പൊഴിയും, പൊടിവേരുകളായി പടരും മുള പൊട്ടി വിളിക്കും കിരണം. ഒരു സൂര്യനുദിക്കും നിഴലായിട്ടമ്പിളി വളരും, വളരും വനമോടികളാടിത്തെളിയും, വനമൂർച്ചയിൽ ദുഃഖം തകരും. ഞാനന്നു ചിരിക്കും, നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ.
നെഞ്ചത്തൊരു പന്തം കൊത്തി നിൽപ്പൂ കാട്ടാളൻ. ഇത്തരത്തിൽ എന്തോ അജയ് ദൈവപുര നിയമസഭയുടെ സ്വന്തം ആൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഓഡിറ്റിങ്ങിന് വരും. അതുകൊണ്ട് കാവാലക്കളം മലയാളത്തിലെ ഏറ്റവും വിഖ്യാതനായ നാടകകൃത്തും കവിയും തെളിഞ്ഞ മനുഷ്യസ്നേഹിയുമായിരുന്ന കാവാലം നാരായണപ്പണിക്കർ സാറിനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. അതിൻ്റെ ഒരു 4 വരി ചൊല്ലാം. കിഴക്കിൻ്റെ കള്ളിത്തട്ടിൽ നിലവേള കുണർന്നല്ലോ, തഴപ്പായും ചുരുട്ടിക്കൊണ്ടിരവു പോയി മറഞ്ഞല്ലോ. കിഴക്കിൻ്റെ കള്ളിത്തട്ടിൽ നിലവേള കുണർന്നല്ലോ, തഴപ്പായും ചുരുട്ടിക്കൊണ്ടിരവു പോയി മറഞ്ഞല്ലോ. തള കെട്ടി തലയിൽ കെട്ടണിഞ്ഞെന്നും വരാറുള്ള കളിക്കാരൻ അവനെങ്ങാണൊളിച്ചിരിക്കണതയ്യാ. ചിരിച്ച തുമ്പയിൽ പാറിക്കളിക്കും തുമ്പിയിൽ കായ്ച്ച വരിക്കച്ചക്കയിൽ പാടും കുയിലിൻ തൊള്ളയിൽ ഓളം കൊരുക്കും കായലിൽ ഓടം തുഴയും കൈകളിൽ മേളം പെരുക്കുന്നുത്സവത്തിൽ പൂത്തുലയുന്നോനെവിടെ പോ. ഒരിക്കൽ പണ്ടൊരിക്കൽ ഈ നടുത്തളത്തിലായി നിന്നിട്ടരിശത്തോടിണക്കത്തോടവൻ ആടിത്തിമിർത്തപ്പോൾ മറക്കാനായൊരു നാളും ഒരുത്തർക്കും കഴിയാത്ത മറപ്പോരുൾ മറ നീക്കി മനതാരിൽ തെളിഞ്ഞല്ലോ. അവനവൻ കൊഴിച്ചതാം കടമ്പയും കടന്നു പിന്നവനിയിൽ അഴുക്കുചാലതു നീന്തി തളർന്നു. പാലടയ്ക്കായി കൊതിച്ചിട്ട് പഴിമോന്തിക്കിടന്നു. ആലിലയ്ക്കൊപ്പം വിറച്ചപ്പോൾ കുളിരായി നീ നിറഞ്ഞു. നെടുങ്കങ്കുപ്പായം പുതച്ചു നിൽക്കുന്നൊരെടുപ്പുകാവാലം, നെടുങ്കങ്കുപ്പായം പുതച്ചു നിൽക്കുന്നൊരെടുപ്പുകാവാലം, എടുത്തു ചുറ്റിയ കസവും മുണ്ടിന്റെ പളപ്പുകാവാലം, നനുത്ത ചുണ്ടിലെ നറുനീല ചിരി തെളിച്ചം കാവാലം, പനിച്ച മണ്ണിനു മരുന്നു വയ്ക്കുന്ന മനസ്സു കാവാലം, പനിച്ച മണ്ണിനു മരുന്നു വയ്ക്കുന്ന മനസ്സു കാവാലം, എനിക്കു കൽക്കണ്ട കനിക്കു തുല്യമാം ഇനിപ്പു കാവാലം, തനിച്ചിരിക്കുമ്പോഴകത്തിരമ്പുന്ന കവിത കാവാലം, തനിച്ചിരിക്കുമ്പോഴകത്തിരമ്പുന്ന കവിത കാവാലം. കാവാലത്തു കുരുത്ത നെൽച്ചെടികളെ തൃക്കാർത്തിക പൂക്കളെ നാവേറിനണയുന്ന നീർക്കിളികളെ തേങ്ങുന്ന താരങ്ങളെ ആവുന്നത്ര ഉറക്കനെ കരയുമെന്നാലപ്പുഴേ, ആവുന്നത്ര ഉറക്കനെ കരയുമെന്നാലപ്പുഴേ, നാടുവിട്ടി വമ്പാർന്നൊരു കൊമ്പനാനയിൽ എഴുന്നള്ളുന്നവൻ പോകുമോ. അങ്ങനെയാണ് കാവാലം. ഏതുത്സവത്തിലും അദ്ദേഹം ഒരു തിരിയായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നോട് ഇത് ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ട ശ്രീ അജയ് ദേവപുരയോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഒരു ഹൃദയത്തിൻ സ്പന്ദനമല്ലേ എന്നുള്ളതാണ്.
ആ ഒരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത്. വിശേഷം നിയമസഭയുടെ ഈ പരിപാടിയിൽ അതിഥിയായി ക്ഷണിച്ചതിൽ ഇത്തരത്തിലൊരു സെഷൻ അറേഞ്ച് ചെയ്തതിൽ കേരള നിയമസഭയോട്, കേരള സർക്കാരിനോട്, ഈ കേരള നിയമസഭയുടെ ലൈബ്രറിയോട് ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. എന്നെ ഇവിടെ സ്നേഹബുദ്ധിയ ക്ഷണിച്ച് കൊണ്ടുവന്ന നിങ്ങളുടെ സീനിയർ ലൈബ്രറിയിലടക്കമുള്ള എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പ്രഖ്യാപിത നിയമനിർമ്മാതാക്കളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, നിയമസഭയ്ക്കുള്ളിലുള്ളത്. കവികൾ അപ്രഖ്യാപിത നിയമനിർമ്മാതാക്കളാണ്. നമസ്കാരം.